ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ടോറിയെയാണ്. അവളുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറുമായി സംസാരിക്കുകയായിരിക്കും. എന്നിട്ട് അവൾ പോകാൻ നേരം ആരോ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് മനസ്സിലാവും. അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി തന്നെയായിരിക്കും അവൾ നടക്കുന്നത്. അത് ജോൺ ക്രീസ് ആയിരിക്കും. അവളൊന്ന് ഞെട്ടും. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ജയിൽ ചാടി ഇപ്പോൾ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങളെ? അപ്പോൾ എന്നെ അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവസാനം ഇവർ കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് ടോറി ഒന്ന് സൂചിപ്പിക്കുന്നു. അന്ന് ജയിലിൽ വെച്ച് സഹായത്തിനായി അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇനിയെല്ലാം തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആളായിരിക്കും ക്രീസ്. നിനക്ക് എന്നോട് ദേഷ്യപ്പെടാനുള്ള എല്ലാ അവകാശവുമുണ്ട്, പക്ഷേ എൻ്റെ പ്ലാനിലൊന്നും ഞാൻ നിന്നെ ഇൻവോൾവ് ചെയ്യിക്കാനൊന്നും നോക്കില്ല. അപ്പോഴാണ് അവളുടെ ബാഗിലായി മിയാഗി ഡോൻ്റെ ഗീ കാണുന്നത്. അപ്പോൾ നീ അവിടെ ചേർന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ക്രീസ്. അവിടെ ബാക്കി കുട്ടികളൊക്കെ കഴിഞ്ഞേ നിനക്ക് അവിടെ സ്ഥാനമുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് പോലീസിനെ വിളിപ്പിക്കരുത്, അവിടുന്ന് പോയി തരാനായി പറയും. ഞാനാണ് നിന്റെ സെൻസി, നീയാണ് എൻ്റെ ചാമ്പ്യൻ, അത് മറക്കണ്ടെന്ന് പറയും. ശേഷം എല്ലാവരും കരാട്ടെ ട്രെയിനിങ്ങിലായിരിക്കും. ടോറിക്ക് ഈ പ്രാവശ്യമെങ്കിലും ഒരു റിയൽ ചാമ്പ്യൻ ആവണമെന്നുണ്ട്. അപ്പോൾ നീ ഓൾ വാലിയിലെ ചാമ്പ്യൻ ആയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ടെറി സിൽവർ റഫറിയെ വിലക്ക് വാങ്ങിയിട്ടല്ലേ. ഓൾ വാലിയേക്കാളും വലിയൊരു ടൂർണമെൻ്റാണിത്. വേൾഡ് വൈഡ് എല്ലാവരും കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ എവിടെയും അറിയപ്പെടും. നമ്മൾ ഒരുമിച്ച് തന്നെ സെക്കായ് ടെക്കായിൽ എല്ലാവരെയും തോൽപ്പിച്ച് നമ്മൾ ജയിക്കുമെന്ന് പറയും. അവിടേക്ക് ഡാനിയലും ജോണിയും വരും. കെന്നിയെ അവിടെ കാണുന്നുണ്ടാവില്ല. ബാഴ്സലോണയിലേക്ക് പോകുന്നതിന് മുമ്പായി ഗേൾസിൽ നിന്നും ബോയ്സിൽ നിന്നും ക്യാപ്റ്റനെ തീരുമാനിക്കേണ്ടതുണ്ട്. സാമും ടോറിയും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ഗേൾസിൽ നിന്നും റോബിയും മിഗ്വലും ഫൈറ്റ് ചെയ്ത് ബോയ്സിൽ നിന്നും ക്യാപ്റ്റനെ കണ്ടുപിടിക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ. എന്നിട്ട് അവരെ 4 പേരെയും ഉള്ളിലേക്ക് വിളിപ്പിക്കും. ജോണി അവർക്കായി പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു. അവനും ഡാനിയൽ ട്രെയിൻ ചെയ്യിപ്പിച്ച പോലെ ബാലൻസിങ്ങും അതല്ലാത്ത പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ശേഷം കാണിക്കുന്നത് ജോണിയുടെ വീടാണ്. കാർമനോട് പിള്ളേരെല്ലാം നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അവരുടെ കുഞ്ഞ് അനങ്ങുന്നുണ്ടെന്ന് കാർമൻ പറയും. ജോണിക്കും അത് മനസ്സിലാവും. ശേഷം ടോറി വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് മരുന്ന് താഴെ പോകുമ്പോഴാണ് അവിടെ അവളുടെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നതായി കാണുന്നത്. ഇവൾ കുറേ കരഞ്ഞു വിളിക്കുമെങ്കിലും അവരെ എണീക്കുന്നുണ്ടാവില്ല. ശേഷം ക്യാൻറ്റീനിൽ മിഗ്വലും സാമും ഉണ്ടാകും. ആ സമയത്താണ് റോബി അവിടെ എത്തുന്നത്. അവൻ നിങ്ങൾ ടോറിയെ കണ്ടിരുന്നോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇല്ല, അവൾ ഡോജോയിലേക്കും വന്നിട്ടില്ലെന്ന് പറയും. ശേഷം ഡാനിയലിൻ്റെ ഷോറൂമിൽ ജോണിക്ക് അന്ന് ടെസ്റ്റ് ഡ്രൈവ് സ്കെഡ്യൂളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജോണി ഇന്ന് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ളതല്ലേ. ഡാനിയൽ അത് കുഴപ്പമില്ല, അതിന് ഞാനില്ലേ. അപ്പോൾ ഞാനില്ലാതെ നീ ഒറ്റയ്ക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പോവുകയാണോ? അതെ, ഇന്നലെ ഞാനില്ലാതെ നീ എല്ലാവരെയും ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ നിന്റെ പണിയാണല്ലേ? അങ്ങനെയൊന്നുമല്ല, ഇതൊരു ബിസിനസ്സാണ് ജോണി. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നീ ഇറങ്ങുന്നതോ? അത് എൻ്റെ ബിസിനസ്സല്ലേ. പിന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം ഡോജോയിൽ റോബി ടോറിക്ക് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവില്ല. അവൾ ഹോസ്പിറ്റലിലായിരിക്കും. അവിടുന്ന് അവളുടെ അമ്മ മരിച്ചതായി അറിയിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം ഭേദമാവുമെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ ഡോക്ടർ ഇത്രയും കാലം ജീവിച്ചിരുന്നത് തന്നെ ഒരു അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊന്നിനും താല്പര്യമില്ലാതെ അവിടുന്ന് പോകുന്നു. ഞങ്ങൾ നിന്റെ ആരെയെങ്കിലും വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിനായി ആരുമില്ല എന്ന് പറയും. ശേഷം മിഗുവലിനെയും സാമിനെയും ഡാനിയൽ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അവരുടെ ഇടയിലെ ക്യാപ്റ്റനെ കണ്ടെത്തണമെങ്കിൽ മിഗുവലിന് റോബിയുമായും സാമിന് ടോറിയുമായും ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന കാര്യം അവർക്കറിയാമായിരുന്നു. ഇതിനെപ്പറ്റി സാമിനോട് ചോദിക്കുമ്പോൾ അവൾ ഞാൻ എൻ്റെ ബെസ്റ്റ് എടുക്കാനായി ശ്രമിക്കും അച്ഛ എന്ന് പറയും. ശേഷം ജോണി കസ്റ്റമറുമായി ടെസ്റ്റ് ഡ്രൈവിന് പോവുമായിരിക്കും. അവിടുന്ന് നേരെ അയാളുമായി അവരുടെ ട്രെയിനിങ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാകും ജോണി. ഡാനിയൽ ഇത് കണ്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജോണിയോട് നീ എന്താ ഇവിടെ, ഞാനും ട്രെയിൻ ചെയ്യിക്കാൻ വന്നതാണ്, നീ എന്തിനാ എന്നെ അതിൽ നിന്ന് തടയുന്നത്? അപ്പോഴാണ് അവരുടെ കസ്റ്റമർ ചളിയിലൊക്കെ ചവിട്ടി അവിടേക്ക് വരുന്നത്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ടെസ്റ്റ് ഡ്രൈവർ ആണെന്ന് പറയും. നീ ഇപ്പോൾ ഇവിടുന്ന് പോയി ആ ടെസ്റ്റ് ഡ്രൈവ് കംപ്ലീറ്റ് ആകാൻ നോക്ക് എന്ന് പറയുമ്പോൾ അത് നീ പോയി ചെയ്യ്, ഞാൻ കുട്ടികളെ നോക്കിക്കോളാമെന്ന് പറയും. ഞാൻ നിൻ്റെ ബോസ് ആയതുകൊണ്ട് നീ ഇതനുസരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. ശേഷം ജോണി ഷോറൂമിൽ ചെന്ന് എല്ലാവരും കാണും വിധം ഞാൻ ഇവിടുന്ന് ഒഴിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് അമാൻഡ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകും. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ 1 നിന്റെ ഡാനിയലിന് എന്നോട് അസൂയാണ്, 2 നമ്മൾ ഒരുമിച്ചാകുമെന്ന് കരുതിയാണ് ഞാൻ മിയാഗിഡോയിൽ ചേർന്നത്, എന്നിട്ടിപ്പോൾ അവൻ എന്നെ ഒറ്റയ്ക്ക് ഉന്തി തള്ളി പുറത്താക്കുന്നു. അമാൻഡ അങ്ങനെയൊന്നുമല്ല, ഈ ഇടയായിട്ട് ഡാനിയൽ മിയാഗിയുടെ ഒരു പെട്ടി കണ്ടുപിടിച്ചു, അതിലുള്ള കാര്യങ്ങൾ കണ്ട് കുറച്ച് അപ്സെറ്റായിരുന്നു അവൻ എന്ന് ജോണിയോട് പറയുന്നു.
എന്തായിരുന്നു ആ പെട്ടിയിൽ എന്ന് ചോദിക്കും. ശേഷം രാത്രി റോബി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയം മിഗ്വൽ അവനെ അടിച്ചതും അവൻ മത്സരങ്ങളിൽ തോറ്റുപോയതും ഓർത്താണ് ട്രെയിൻ ചെയ്യുന്നത്, അതും ദേഷ്യത്തോടെ. അത് കഴിഞ്ഞ് അവൻ ടോറിയെ വിളിക്കുന്നു. പക്ഷേ അവൾ എടുക്കില്ല. അവൾക്കപ്പോഴും അവളുടെ അമ്മയുടെ ഓർമ്മകളായിരിക്കും. എന്നിട്ട് അമാൻഡ ഡാനിയലിനോട് ഇനി ആ പെട്ടിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞുകൊടുത്ത് ആശ്വസിപ്പിക്കും. ശേഷം രാവിലെ ഡോജോയാണ് കാണിക്കുന്നത്. ഡാനിയൽ ജോണിയെ വിളിച്ച് ഇന്നലെ നടന്ന കാര്യത്തിന് സോറി പറയും. മിഗ്വൽ വേഴ്സസ് റോബി ഫൈറ്റിൽ റഫറിയായി ഡാനിയൽ നിൽക്കാമെന്നും ടോറി വേഴ്സസ് സാം ഫൈറ്റിൽ ജോണി റഫറിയായി നിൽക്കാമെന്നും തീരുമാനിക്കും. പക്ഷെ അപ്പോഴും അവിടേക്ക് ടോറി വന്നിട്ടുണ്ടാവില്ല. ആദ്യം മിഗ്വൽ വേഴ്സസ് റോബി ഫൈറ്റ് ആയിരിക്കും. ആദ്യം തന്നെ മിഗ്വൽ സ്കോർ ചെയ്യും. രണ്ടാമത്തെ റൗണ്ടിലും മിഗ്വൽ തന്നെ സ്കോർ ചെയ്യുകയാണ്. ഇനി ഒരു റൗണ്ട് കൂടി അവൻ തന്നെ സ്കോർ ചെയ്താൽ മിഗ്വൽ വിജയിക്കും. ആ സമയത്താണ് അവിടേക്ക് ടോറി വരുന്നതായി റോബി കാണുന്നത്. അങ്ങനെ തേർഡ് റൗണ്ടിൽ റോബി സ്കോർ ചെയ്യുന്നു. അങ്ങനെ 2-2 പോയിന്റ്സിൽ സമനിലയാകുന്നു. ആ സമയം സാം മിഗ്വലിനെ കൂളാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട്. അങ്ങനെ അവസാനം റോബി ആയിരിക്കും അതിൽ വിജയിക്കുന്നത്. അപ്പോഴും അവർ രണ്ടുപേരും നല്ല രീതിക്കായിരിക്കും പിരിയുന്നത്. മെയിൽ ക്യാപ്റ്റനായി മാറുകയാണ് റോബി. ജോണി വന്ന് മിഗ്വലിനെ പ്രശംസിക്കും. അങ്ങനെ അടുത്തത് ടോറി വേഴ്സസ് സാം മത്സരമായിരിക്കും നടക്കുന്നത്. അവിടുന്ന് അമാൻഡ വന്ന് അന്നത്തെ പോലെ കാലൊന്നും തല്ലി ഒടിച്ചേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ടാകും. ആദ്യം തന്നെ സാം സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് റൗണ്ടിൽ ടോറി ആയിരിക്കും സ്കോർ ചെയ്യുന്നത്. അവളുടെ ചവിട്ട് കണ്ട ഡാനിയൽ അതിനൊക്കെ പോയിന്റ് കൊടുക്കണോ എന്ന് ചോദിക്കും. ജോണി പോയിന്റ് കൊടുത്ത ശേഷമായിരിക്കും അവൾ ആ കിക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതിനൊരു വാർണിംഗ് ജോണി കൊടുക്കും. എങ്കിലും 1-1 ആയിരിക്കും പോയിന്റ്. അടുത്ത റൗണ്ട് സാം സ്കോർ ചെയ്യുന്നു. ആ സമയം അമാൻഡയ്ക്ക് ഒരു മെഡിക്കൽ സെന്ററിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ടാവും. ആ നേരത്താണ് അമാൻഡ തിരിച്ചു വന്ന് ഈ ഫൈറ്റ് നിർത്താനായി പറയുന്നത്. ഫൈറ്റിനിടയിൽ ഡാനിയൽ വന്ന് തടയുന്നു. ജോണി, നീ എന്തായി കാണിക്കുന്നത്? ഞാനല്ല റഫറി. ഡാനിയൽ പരമാവധി അത് നിർത്തലാക്കാനായി പറയുന്നുണ്ട്. ജോണി എന്തിനി എന്ന് ചോദിക്കുമ്പോൾ ടോറി, കാരണം എൻ്റെ അമ്മ മരിച്ചുപോയെന്ന് പറയും. എനിക്കിപ്പോൾ ഈ ഫൈറ്റ് ഫിനിഷ് ചെയ്യണമെന്ന് പറയും. സാമിന് ഈ സമയം അവളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. ആര് പറയുന്നതും അവൾ അനുസരിക്കുന്നുണ്ടാവില്ല. ഈ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ജോണി, നീ കാരണം നല്ലൊരു ഫൈറ്റർ ഇപ്പോൾ പോയില്ലേ, അവൾക്ക് ഫൈറ്റ് ചെയ്യണം എന്നായിരുന്നു, നീ അത് സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലാവും വാക്ക് തർക്കം. ഈ ദേഷ്യം വെച്ചുകൊണ്ടല്ല അവളെ ഫൈറ്റ് ചെയ്യിക്കേണ്ടത്, അതല്ല മിയാഗി ഡോ. ഇത് കേട്ട ജോണി, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. മിയാഗി വലിയ പുണ്യാളനാണെന്ന ഞാനും വിചാരിച്ചേ എന്ന് പറഞ്ഞ് ആ പെട്ടിയുടെ കാര്യവും പറഞ്ഞു കൊടുക്കും. അയാളൊരു നുണയനും കള്ളനുമാണെന്ന് പറയുമ്പോൾ ഡാനിയൽ ഒന്നും കൊടുക്കും. ഡാനിയൽ അറിയാതെ അടിച്ചു പോയതാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്വൈറ്റ് എന്ന് പറയും. ഞാൻ എൻ്റെ പിള്ളേരെ ഓർത്ത് മാത്രം നിന്റെ കൂടെ ടൂർണമെന്റിന് വരൂ, അല്ലാതെ നിനക്കോ ഈ ഡോജോക്കോ വേണ്ടിയല്ല. ഇതിൽ നമ്മുടെ ടീം ജയിച്ചു കഴിഞ്ഞാൽ അതോടെ നീയും ഞാനും തമ്മിലുള്ള ഇടപാട് എല്ലാം തീരുമെന്ന് പറയും. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതായി അവരെ അറിയിക്കും. ടോറിക്ക് പകരം ഹോക്കിനെ ആയിരിക്കും പോകാനായി തിരഞ്ഞെടുക്കുന്നത്.
എന്നിട്ട് ക്യാപ്റ്റൻസായ സാമിനും റോബിക്കും അതിൻ്റെ ഹെഡ് ബാൻഡ് കെട്ടിക്കൊടുക്കും. അങ്ങനെ സാമിന് ഈ സെക്കായി ടെക്കായുടെ ഹെഡ് ബാൻഡ് കെട്ടിക്കൊടുക്കുന്ന നേരത്താണ് ഡാനിയൽ അതിൻ്റെ ലോഗോ ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് ചെന്ന് മിയാഗിയുടെ ആ ബോക്സ് നോക്കുമ്പോൾ അതിലുണ്ടാകും ആ ഹെഡ് ബാൻഡ്. മിയാഗിയും സെക്കായി ടെക്കായിൽ ഫൈറ്റ് ചെയ്തിരുന്ന ആളാണെന്ന് ഡാനിയലിന് മനസ്സിലാവുന്നു. അതിൽ ചോരക്കറയൊക്കെ അവൻ കാണുകയാണ്. ശേഷം അവരെല്ലാവരും സ്പെയിനിലുള്ള ബാഴ്സലോണയിലേക്ക് പോകുന്നു. ഓരോ രാജ്യത്തു നിന്നും ടീമുകൾ വരുന്നുണ്ടാവും. ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് എല്ലാവരും എത്തും. അപ്പോഴാണ് അവർ പോലും പ്രതീക്ഷിക്കാതെ അവിടേക്ക് കോബ്ര കൈ വരുന്നത്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടും. ഖോൺ ആയിരിക്കും അതിൻ്റെ ക്യാപ്റ്റൻ. ക്രീസും കിമ്മും അവിടെ എത്തും. അവരിൽ നിന്ന് പോയ ടോറിയെ ആ ടീമിൽ കണ്ട അവർ ആകെ ഇല്ലാണ്ടായി പോവാണ്, പ്രത്യേകിച്ച് റോബി. ഇനിയാണ് കളി തുടങ്ങുന്നത് എന്ന് ക്രീസ് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതോടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.